ചുറ്റും കാട്, എസ്റ്റേറ്റിന് നടുവിലൊരു ക്രിക്കറ്റ് ഗ്രൗണ്ട്. സ്ഥലം തൃശ്ശൂരിലെ പാലപ്പിള്ളി. ഇൻസ്റ്റഗ്രാമിൽ 50 മില്യൺ വ്യൂവേഴ്സ് ക്രോസ് ചെയ്ത ആ വൈറൽ വീഡിയോ ക്യാപ്ചർ ചെയ്ത തൃശ്ശൂർ ആമ്പല്ലൂർ സ്വദേശി ശ്രീജിത്ത് നമ്മോടൊപ്പം ഉണ്ട്. ഇറ്റ് വാസ് ക്വൈറ്റ് അൺബിലീവബിൾ ബിക്കോസ് ലൈക്ക് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് വീഡിയോസ് ചെയ്യുന്നതാണ്. മുന്നും ചില വീഡിയോസൊക്കെ വൈറലായിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ വൈറലായ ഒരു സാധനം ലൈക്ക് പക്ഷേ ഈ വീഡിയോ എടുക്കുമ്പോൾ ഐ വാസ് ഡെഫിനറ്റ്ലി ഷുവർ ഇതിനൊരു 2-3 മില്യൺ വ്യൂ കിട്ടുന്നുള്ളത് എനിക്ക് ജസ്റ്റ് ലൈക്ക് ഡാം ഷുവർ. അതിന് മുകളിൽ ഇറ്റ് വാസ് ക്വൈറ്റ് സർപ്രൈസിങ്, ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഏറ്റവും ഞാൻ ചോദിച്ചത് ഇത് കാടാണോ എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് പന്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും, പിന്നെ എല്ലാവരും ചെന്നൈ സൂപ്പർ കിങ്സിനൊരു ട്രോൾ ലിറ്റിയിലേക്ക് മാറ്റിയതിനെ. ഇതൊക്കെയായിരുന്നു ഏറ്റവും കൂടുതൽ റെസ്പോൺസ്. ഒരു നൂറ്റാണ്ടോളം പഴക്കമുണ്ട് ഗ്രൗണ്ടുകൾ. പഴയ കാലത്ത് പട്ടിണിയുടെ കാലഘട്ടത്തിൽ മലപ്പുറത്ത് നിന്ന് കുടിയേറിയ ആളുകളാണ് ഇവിടെ 90% ആളുകൾ. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ തൊഴിലാളികൾക്ക് അവരെ കായികമായിട്ടും സാംസ്കാരികമായിട്ടും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ അന്നത്തെ മാനേജ്മെൻറ്റ് ചെയ്തു വെച്ചതാണ്. ഓരോ ഡിവിഷനിലും ഗ്രൗണ്ടുകളുണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് ഞാനൊരു 25 വർഷം മുന്നേ ഇവിടെ ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ആളാണ്. 25 വർഷം മുന്നേ ഇവിടെ ക്രിക്കറ്റ് കളിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ സ്റ്റിച്ച് ബോളിൽ ക്രിക്കറ്റ് കളി കാണാൻ വന്നിട്ടുണ്ട്. അന്നൊന്നും ഈ മരങ്ങളൊന്നും ഇങ്ങനെ ഈ റബ്ബർ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ കാണുന്ന 6 മരങ്ങളില്ല ഇവിടെ. അവരെ ഒരു എസ്റ്റേറ്റ് ആണിത്. ഇതിൻ്റെ ഓണർ എന്ന് പറയുമ്പോൾ ഗോയങ്കയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ ഇവിടെ എല്ലാവർക്കും. പിന്നെ ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു, റബ്ബർ കാര്യങ്ങളൊക്കെ ആയിട്ട്. മെയിനായിട്ട് എന്താണ് റബ്ബറാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾക്കായിട്ട് കളിക്കാനായിട്ട് ഒരു ഗ്രൗണ്ട് എല്ലാ അപ്പുറത്തും ഇപ്പുറത്തും കമ്പനിക്കാരെല്ലാവരും ഓരോരുത്തർക്ക് ഗ്രൗണ്ട് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഗ്രൗണ്ടുകൾ നമ്മുടെ ഈ 5, 6, 7 ഗ്രൗണ്ടുകൾ തന്നെ ഉണ്ട് ഇതുപോലത്തെ തന്നെ. ഇവിടെ പണ്ട് ഫുട്ബോളായിരുന്നു മെയിനായിട്ട് നടന്നിരുന്നത്. ഇവിടെ IM വിജയനൊക്കെ വന്ന് കളിച്ചിട്ടുള്ള ഗ്രൗണ്ടാണ്. ഓൾറെഡി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ഒരു 4 വർഷം മുന്നേ നടന്നിട്ടുള്ളതാണ് ഈ ഗ്രൗണ്ടിൽ. തൃശ്ശൂർ ഇപ്പോൾ ടൗണിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബസ് മാർഗ്ഗമാണെന്നുണ്ടെങ്കിൽ വടക്കേ സ്റ്റാൻഡിൽ വന്ന് അവിടുന്ന് പാലപ്പിള്ളി ചിമ്മീണ്ടാം റൂട്ട് ബസ്സോ അതങ്ങനെ പാലപ്പിള്ളി റൂട്ടിൽ ബസ്സിൽ തന്നെ വന്നാൽ തന്നെ പാലപ്പിള്ളിയിൽ എത്താറുണ്ട്. വരന്തരപ്പള്ളി പഞ്ചായത്തിലാണെങ്കിലും അവിടുന്ന് ഒരു 7 കിലോമീറ്റർ ഇപ്പുറത്താണ് പാലപ്പിള്ളി. കഴിഞ്ഞ സീസണിൽ ഒരു ജനുവരിയിലാണ് തോന്നുന്നത്, ഞങ്ങളിവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 10-20 ആനനാട്ടി ഫോറസ്റ്റുകാർ അവിടുന്ന് വന്നു ഞങ്ങളോട് മാറാൻ പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് വണ്ടികളൊക്കെ എടുത്ത് ഓടുക ചെയ്ത്. എന്നിട്ട് ഇങ്ങനെ ഈ ഗ്രൗണ്ടിലൂടെയും ഇതിൽ ക്രോസ് ചെയ്ത് 10-20 ആന പോയ സംഭവമൊക്കെ നമുക്ക് കളിയുടെ ഇടയിൽ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.